രോഗസൗഖ്യം നൽകും, ജീവൻ നൽകും. കഫർനാം 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 കഫർനാം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, രക്ഷകനായ മിശിഹായുടെ വചനം ശ്രവിക്കാനും അവിടുത്തെ അനുഭവിച്ചറിയാനും നമുക്ക് ഓരോരുത്തർക്കും ദൈവം അവസരം നൽകിയതിനെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. നമ്മുടെ ജീവിതം നവീകരിക്കാൻ കർത്താവ് വീണ്ടും വീണ്ടും അവസരം നൽകുന്നു. രക്ഷകനായ മിശിഹായുടെ ഉയിർപ്പ് തിരുനാൾ നമ്മൾ ആഘോഷിച്ചു. അവിടുത്തെ സ്വർഗാരോഹണ തിരുനാൾ, 40-ാം നാൾ അവിടുന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത ആ വലിയ സംഭവവും നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ചു. യേശു ദൈവമാണ് എന്നുള്ള സത്യമാണ് ഇവിടെ നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് വെളിപ്പെടുത്തി തരുന്നത്. ഈശോയെ രക്ഷകനും നാഥനും ദൈവവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുക. തീർച്ചയായും നമ്മളും നമ്മുടെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ, പ്രത്യേകിച്ച് യോഹന്നാൻ ശ്ലീഹ തൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവിൻ്റെ ഓരോ അത്ഭുതങ്ങളും വിവരിക്കുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം യേശു ദൈവമാണ് എന്ന് നമ്മെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. കാലായിലെ കല്യാണ വിരുന്നിൻ്റെ അവസാനത്തിലും നമ്മൾ കാണുന്നു. അതുപോലെ തളർവാദ രോഗിയെ, ബെത്സേദ കുളക്കരയിൽ കിടക്കുന്ന തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയതിലൂടെയും അപ്പം വർദ്ധിപ്പിക്കുന്നതിലൂടെയും ലാസറിന് പുനർജീവൻ നൽകിയതിലൂടെയും അന്ധന് കാഴ്ച നൽകിയതിലൂടെയും അത്ഭുതകരമായ മീൻപിടുത്തത്തിലൂടെയും എല്ലാം യോഹന്നാൻ ശ്ലീഹ എടുത്തു കാണിക്കുന്നത് ഈശോ ദൈവമാണ് എന്നുള്ള സത്യമാണ്. ഈ സത്യത്തെ സ്വീകരിക്കാനായിട്ടാണ് അവിടുന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഈശോ ദൈവമാണ്. ദൈവമായ കർത്താവിനെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സ്വീകരിക്കുന്നു. തീർച്ചയായും അവിടുത്തെ രക്ഷ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടു, സ്നാപക യോഹന്നാൻ തൻ്റെ 2 ശിഷ്യന്മാരെ ഈശോയുടെ പക്കലേക്ക് അയക്കുകയാണ്. ഈശോയെ കണ്ടപ്പോൾ തന്നെ സ്നാപക യോഹന്നാൻ എന്താണ് പറയുന്നത്? ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ ഈശോയുടെ പുറകിൽ 2 പേര് ചെന്നു. ഈശോ തിരിഞ്ഞു നോക്കിയപ്പോൾ 2 പേര് വരുന്നു. ഈശോ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ അന്വേഷിക്കുന്നേ? അപ്പോൾ അവർ പറഞ്ഞു, അങ്ങ് എവിടെയാണ് താമസിക്കുന്നത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ വന്ന് കാണുക. അവർ ചെന്ന് കണ്ടു. ഈശോ ആരാണെന്ന് മനസ്സിലാക്കി. ഈശോയോടൊപ്പം വസിച്ചു. ഈശോയുടെ ശിഷ്യന്മാരായിട്ട് തീർന്നു. ഇന്നും കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്. നീ എന്നെ അനുഭവിച്ച് അറിയുക, നീ എന്നെ അനുഭവിച്ചറിയുക. അങ്ങനെ നല്ല ക്രിസ്ത്യാനിയായി ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുക, നല്ല ഭർത്താവും ഭാര്യയുമായി ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുക, നല്ല മാതാപിതാക്കന്മാരായും നല്ല സഹോദരനായും സഹോദരിയായും നല്ല അയൽക്കാരനായും നല്ല ഒരു സഹപ്രവർത്തകനായിട്ടും ജീവിക്കുക. അങ്ങനെ കർത്താവിന് സാക്ഷ്യം നൽകുക. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം. എൻ്റെ ഈശോയെ ഞാൻ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച് അതനുസരിച്ച് എൻ്റെ ജീവിതം നവീകരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടോ? സ്നേഹമുള്ളവരെ, കർത്താവ് തന്നെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു. കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവനല്ല, മറിച്ച് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള ശിഷ്യൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മളത് വ്യക്തമായിട്ട് കാണുന്നു. 21-ാം വാക്യത്തിൽ കർത്താവ് വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്, അവിടുത്തെ വചനം പാലിക്കാൻ, പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. നല്ല യഥാർത്ഥ ശിഷ്യനെ പറ്റിയിട്ട് കർത്താവ് വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു. യഥാർത്ഥ ശിഷ്യത്വം സ്വീകരിച്ചാലുള്ള പ്രത്യേകത എന്താണ്? നല്ല അടിത്തറയിൽ നിന്ന് കെട്ടിപ്പൊക്കിയ ഭവനം പോലെ നിലനിൽക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കും അവൻ്റേത്. അതായത് ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ കാറ്റും കോളും പോലെ അത് നമ്മുടെ ഭവനത്തിൽ വന്ന് ആഞ്ഞടിക്കുമ്പോൾ
തകർന്നു വീഴാതെ നല്ല അടിത്തറയിൽ നിന്ന് കെട്ടിപ്പൊക്കിയ ഭവനം പോലെ നിലനിൽക്കാനായിട്ട് നമുക്ക് പറ്റണം. അതാണ് യഥാർത്ഥ ശിഷ്യൻ്റെ പ്രത്യേകത. മറ്റുള്ളവർ കളിയാക്കിയേക്കാം, മറ്റുള്ളവർ കുറ്റപ്പെടുത്തിയേക്കാം, എന്തെല്ലാം പ്രതിസന്ധി വന്നാലും നിലനിൽക്കുന്ന ഭവനം. വിശുദ്ധരുടെ ജീവിതത്തിലും ഇത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പലതരത്തിലുള്ള പ്രതിസന്ധികൾ വന്നപ്പോഴും അവർ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനും കർത്താവിൻ്റെ സ്നേഹത്തിൽ വളർന്നു വരാനും അവർക്ക് സാധിച്ചു. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കർത്താവ് നമ്മെ ഈ യഥാർത്ഥ ശിഷ്യൻ്റെ തലത്തിലേക്ക് ഉയരാനായിട്ട് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അതിന് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയ നവീകരണമാണ് ആവശ്യം. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് കടക്കാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും ബാഹ്യമായി മാത്രം മറ്റുള്ളവരുടെ മുൻപിൽ നല്ലവരായിട്ട് ഗണിക്കപ്പെടാൻ ശ്രമിക്കുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ പേരെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. പക്ഷേ ഹൃദയത്തിലേക്ക് കടക്കുമ്പോൾ പലപ്പോഴും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് നമ്മൾ ഇന്ന് മാറുന്നുണ്ടോ? തീർച്ചയായും അതൊരു വെല്ലുവിളിയാണ്. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായം 2-3 വാക്യത്തിൽ പ്രഭാഷകൻ പറയുന്നത്, അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത്, അവ നിന്നെ കാളക്കൂറ്റനെ പോലെ കുത്തിക്കീറും, അവ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും, നീ ഒരു ഉണക്കമരമായിട്ട് തീരും. പലപ്പോഴും ഇന്ന് പലതരത്തിലുള്ള അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ നശിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ? പച്ചപ്പായിട്ട് നിൽക്കുന്നതാണ്, പക്ഷേ എന്താണ് പ്രത്യേകത വന്നത്? ആ പച്ചപ്പെല്ലാം നഷ്ടപ്പെട്ട് ഒരു ഉണക്കമരത്തിൻ്റെ സ്ഥിതിയിലേക്ക്, ഫലം പുറപ്പെടുവിക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് അധപതിച്ചു പോയിട്ടുണ്ടോ നാം? അതാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടക്കേണ്ടത്. എന്നിലുള്ള കുറ്റങ്ങൾ, കുറവുകൾ എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾക്ക് പറ്റാത്ത ഒരു കാര്യമാണ് എൻ്റെ കുറ്റങ്ങളെ കണ്ടെത്താൻ, അംഗീകരിക്കാൻ, മാറ്റാനുള്ള വലിയ മനസ്സ് സൃഷ്ടിക്കാൻ പലപ്പോഴും നമ്മൾ വിമുഖത പ്രകടിപ്പിക്കുന്നു. എന്നിലുള്ള സ്വാർത്ഥതയും അഹങ്കാരവും വിദ്വേഷവും മോശമായിട്ടുള്ള ചിന്താഗതികളും എൻ്റെ ദ്രവ്യാഗ്രഹവും ഇതെല്ലാം പലപ്പോഴും കണ്ടെത്താൻ ഞാൻ ശ്രമിക്കുന്നില്ല. കണ്ടെത്തിയാലും അത് അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല എനിക്ക്. കർത്താവ് പറയുന്നു, അത് അംഗീകരിക്കാനായിട്ട് നമുക്ക് പറ്റണം. അംഗീകരിക്കുമ്പോഴാണ് അതിൽ മാറ്റം വരുത്തുക. അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്നിൽ ഇങ്ങനെ കുറ്റമുണ്ട്. അതാണ് ധൂർത്തപുത്രനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ ഒരു കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. അവൻ പന്നിക്കൂട്ടിൽ കിടന്ന് ചിന്തിക്കുകയാണ്. എന്താണ്? ഞാൻ എൻ്റെ പിതാവിനെതിരായും ദൈവത്തിനെതിരായും തെറ്റ് ചെയ്തു. ഞാൻ അവിടുത്തെ ഒരു മകൻ എന്ന് പേര് വിളിക്കാനായിട്ടുള്ള യോഗ്യത എനിക്കില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കൽ ചെല്ലും, മാപ്പപേക്ഷിക്കും. അവിടുത്തെ ഒരു ദാസനായി, ഒരു വേലക്കാരനായി എന്നെ എടുത്താൽ മതി എന്ന് ഞാൻ പറയും. അതാണ് പ്രത്യേകത. അപ്പോൾ അവൻ പന്നിക്കൂട്ടിൽ കിടന്ന് ഈ തീരുമാനം എടുക്കുമ്പോൾ തന്നെ ദൈവമാകുന്ന പിതാവ് അവനെ കണ്ടു. അതുകൊണ്ടാണ് അവൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവൻ്റെ അപ്പൻ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നതും അവനെ കുളിപ്പിക്കാനും നല്ല വസ്ത്രം കൊടുക്കാനും സദ്യ ഒരുക്കാനുമായിട്ട് പറയുന്നത്. അപ്പോൾ മകൻ ഒക്കെ പറയുന്നുണ്ട്, ഞാൻ ദൈവത്തിനെതിരായിട്ടും അങ്ങേക്കെതിരായിട്ടും തെറ്റ് ചെയ്തു. അതൊന്നും പിതാവ് ശ്രദ്ധിക്കുന്നില്ല. അതാണ് പിതാവായ ദൈവത്തിൻ്റെ പ്രത്യേകത. നമ്മൾ തീരുമാനം എടുക്കുന്ന ആ സമയത്ത് തന്നെ എൻ്റെ കർത്താവ് എന്നെ കാണുന്നു. നമ്മൾ നന്നാകണമെന്നുള്ള തീരുമാനം എടുക്കുമ്പോൾ തന്നെ കർത്താവ് ഈ തീരുമാനം അറിയുന്നു. ഇതുപോലെ തന്നെ മറ്റുള്ളവനെതിരെ നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ കർത്താവ് അറിയുന്നു. അതുകൊണ്ടാണ് കുമ്പസാരത്തിൽ പറയാനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ്? ചിലർ പറയും, ഞാൻ ആരെയും കൊന്നിട്ടൊന്നുമില്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. കർത്താവ് പറയുന്നുണ്ട്, കൊല്ലരുത്. കൊല്ലരുത് എന്നുള്ള ആ പ്രമാണം
പലപ്പോഴും നമ്മൾ ഞാൻ ആരെയും കൊന്നിട്ടില്ല, പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കുമ്പോൾ ഞാൻ ആരെങ്കിലും കൊല്ലാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? പ്ലാൻ ചെയ്ത് ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നു, പക്ഷേ ആ വ്യക്തി ആ വഴിയിൽ കൂടെ അന്ന് വന്നില്ല, അതുകൊണ്ട് എനിക്ക് കൊലപാതകം നടത്താനായിട്ട് സാധിച്ചില്ല. കർത്താവ് പറയുന്നു, നീ നിന്റെ മനസ്സിൽ അവനെ കൊന്നു കഴിഞ്ഞു. നീ നിന്റെ മനസ്സിൽ അവനെ കൊന്നു കഴിഞ്ഞു. എപ്പോഴാണ്? നിന്റെ മനസ്സിൽ നീ തീരുമാനമെടുക്കുമ്പോൾ ആ സമയത്ത് നീ അവനെ കൊന്നു. നിന്റെ മനസ്സിൽ അവനെ കൊന്നു. അതാണ് പ്രധാനം. അത് കുമ്പസാരത്തിൽ ഏറ്റുപറയണ്ടേ? തീർച്ചയായിട്ടും കുമ്പസാരത്തിൽ ഏറ്റുപറയണം. ഞാൻ ഒരുവനെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തു, പക്ഷേ അവനെനിക്ക് കൊല്ലാൻ സാധിച്ചില്ല, പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ അവനെ കൊന്നു. ഇതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നീ വ്യഭിചാര ചിന്തയോടുകൂടെ ഒരു വ്യക്തിയെ നോക്കുന്നു എന്നുണ്ടെങ്കിൽ നീ അവനുമായിട്ടും അവളുമായിട്ടും തെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ നിന്റെ മനസ്സിൽ തെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലെ തീരുമാനങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അത് കർത്താവ് കാണുന്നുണ്ട്. കർത്താവ് കാണുന്നു എന്നുള്ള ആ സത്യം മനസ്സിലാക്കിക്കൊണ്ടാണ് കുമ്പസാരിക്കേണ്ടതും നവീകരിക്കപ്പെടേണ്ടതും. അപ്പോൾ കർത്താവ് നമ്മെ കാണുന്നു, എന്നെ അറിയുന്നു. ഞാൻ മറ്റുള്ളവനെതിരെ ഒരു ഇല്ലാത്ത കാര്യം പറഞ്ഞു പരത്തുന്നു എന്നുണ്ടെങ്കിൽ, ആ വ്യക്തി ആത്മഹത്യ ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ പറയും ഞാൻ ആളെ കൊന്നിട്ടൊന്നുമില്ല. ഇപ്പോൾ നമുക്കറിയാം, നിയമപരമായിട്ടും സിവിൽ ലെവലിൽ നിയമപരമായിട്ടും ഒരാൾ പ്രേരിപ്പിച്ച് എന്തെങ്കിലും ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ, ഇപ്പോൾ നമുക്കറിയാം പലിശയ്ക്ക് കൊടുക്കാൻ വന്നു, പലിശ കൊടുക്കാനായിട്ടില്ല, അതുകൊണ്ട് അവർ പോയിട്ട് ആത്മഹത്യ, അപ്പോൾ എഴുതി വെച്ചു, ഇന്ന ആൾക്കാർ ഞങ്ങളെങ്ങനെ പേടിപ്പിച്ചു, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് പോലീസ് അതിന് കേസെടുക്കുന്നത്? അത് ആത്മഹത്യ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു. അപ്പോൾ നമ്മളുടെ ഓരോ മറ്റുള്ളവനെ ഇല്ലാത്തത് പറഞ്ഞു വരുത്തുമ്പോൾ, ഇതുപോലെ മറ്റുള്ളവന് ഇല്ലാത്തത് പറഞ്ഞു വരുത്തി അവന് വളരെയധികം വിഷമമായി ആ വ്യക്തി പോയി ആത്മഹത്യ ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ തെറ്റുകാരാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്താനായിട്ട് ഞാൻ തുനിയുന്നുണ്ടോ? ഉള്ള കാര്യങ്ങൾ അപ്പോൾ പറയാൻ പറ്റുമോ? അപ്പോൾ ചിലർ പറയും, ഞാൻ സത്യം പറയും, ഞാൻ സത്യം തുറന്നു പറയും. സത്യം തുറന്നു പറയണം. സത്യം തുറന്ന് പറയേണ്ട സമയത്ത് പറയേണ്ട ആളുകളോട് പറയേണ്ട വിധത്തിലാണ് പറയേണ്ടത്. അല്ലാതെ എല്ലായിടത്തും സത്യം തുറന്ന് പറഞ്ഞ് മൈക്ക് വെച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. സത്യം പറയണം, തെറ്റായിട്ട് പറയരുത്. സത്യം പറയണം, പക്ഷെ പറയേണ്ട ആളുകളോടും പറയേണ്ട സമയത്തുമാണ് പറയേണ്ടത്. എല്ലായിടത്തും നമ്മൾ സത്യം പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ ഇന്നത്തെ സമൂഹത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. കാരണം പലതരത്തിലും തെറ്റുകൾ ചെയ്യുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അതൊക്കെ നമ്മളിങ്ങനെ മൈക്ക് വെച്ച് പറഞ്ഞ് നടക്കുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ നിലനിൽക്കാൻ സാധിക്കും. നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ആ വ്യക്തിയെ നവീകരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ പരിശുദ്ധിയുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായിട്ട് തീരാൻ നമുക്ക് സാധിക്കണം. കർത്താവ് പറയുന്നുണ്ട്, വായിലേക്ക് പ്രവേശിക്കുന്നതല്ല, വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 11-ാമത്തെ വാക്യമാണ്. അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. ആ ഹൃദയത്തിൽ നിന്ന് എന്തൊക്കെയാ വരുന്നേ? കർത്താവ് എന്നിട്ട് തുടർന്ന് വ്യാഖ്യാനിക്കുകയാണ്. എന്താണ്? അഹങ്കാരവും സ്വാർത്ഥതയും വിദ്വേഷവും മറ്റു ദുശീലങ്ങളെല്ലാം അതെല്ലാം ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. അതാണ് ജീവിതം. നമ്മുടെ ഹൃദയം കാണുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ബാഹ്യമായി മാത്രം ഞാൻ കർത്താവേ എന്ന് വിളിക്കുന്നു, പക്ഷേ എൻ്റെ ജീവിതവും എൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ അനുഭവിക്കുന്നവരും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും ഞാൻ എതിർ സാക്ഷ്യം നൽകുന്ന വ്യക്തിത്വമായിട്ട് തീരും. കർത്താവ് നമ്മളെ
എതിർസാക്ഷ്യം നൽകുന്നവരാകാനല്ല വിളിച്ചിരിക്കുന്നത്, മറിച്ച് സാക്ഷ്യം നൽകാൻ. കാരണം നീ മറ്റുള്ളവന് ഉതപ്പ് നൽകുന്നവൻ ആകരുത്. നീ മറ്റുള്ളവനെ പാപത്തിലേക്ക് പ്രേരിപ്പിക്കുന്നവൻ ആകരുത്. അത് നമ്മുടെ വാക്കുകളാകാം, നമ്മുടെ ജീവിതമാകാം, നമ്മുടെ വസ്ത്രധാരണമാകാം, നമ്മുടെ ഓരോരുത്തരുടെയും ചിന്താഗതികളാകാം. അതൊന്നും മറ്റുള്ളവരെ പാപത്തിലേക്ക് പ്രേരിപ്പിക്കരുത്. പാപത്തിലേക്ക് പ്രേരിപ്പിച്ചായിട്ടുള്ള പ്രത്യേകത എന്താ? നീ നശിപ്പിക്കപ്പെടും. നീ നശിപ്പിക്കപ്പെടും. കാരണം എന്താ? ഒരുവനെ പാപത്തിലേക്ക് പ്രേരിപ്പിക്കുന്നവൻ അവൻ്റെ കഴുത്തിൽ തിരുക്കല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ എറിയപ്പെടണം. കാരണം അവൻ പാപത്തിന് കാരണക്കാരനാണ്. അപ്പോൾ പാപത്തിന് കാരണക്കാരനാണോ അല്ലേ എന്ന് വിധിക്കുന്നതാരാ? ദൈവമാണ്. ചിലപ്പോൾ നമ്മുടേതായിട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ വഴിയായി ചിലപ്പോൾ നമ്മൾ ചിലരെ വിധിച്ചേക്കാം. അവൻ പറഞ്ഞു, അവൾ പറഞ്ഞു എന്നെല്ലാം പറഞ്ഞു, അല്ലെങ്കിൽ അവൻ അങ്ങനെ ഇങ്ങനെ. പക്ഷെ വിധിക്കുന്നത് ദൈവമാണ്. വിധിക്കുന്നത് ദൈവമാണ്. കാരണം കുരിശിൽ കിടക്കുന്ന കള്ളന്മാരെ നമുക്കറിയാം. യേശുവിൻ്റെ കുരിശിൻ്റെ രണ്ട് ഭാഗത്തും രണ്ട് കള്ളന്മാരുണ്ടായിരുന്നു. ആ കള്ളന്മാർ യഥാർത്ഥത്തിൽ ശിക്ഷ അനുഭവിക്കാനായിട്ട് വിധിക്കപ്പെട്ടിരിക്കുന്നവരാണ്. എന്നാൽ യേശു യഥാർത്ഥത്തിലുള്ള ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന ആളല്ല. ഒരു പാപവും ചെയ്യാത്ത യേശുവിനെയാണ് കുരിശു മരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തത്. അപ്പോൾ ഒരു കള്ളൻ പറയുന്നുണ്ട്, നീ വലിയ ആളൊക്കെ അല്ലേ, നിന്നെയും ഞങ്ങളെയൊക്കെ രക്ഷിക്കുന്ന നിനക്കത് പറ്റുമല്ലോ, നീ അന്ധന് കാഴ്ച കൊടുത്തവനാണ്, മുടന്തന് സൗഖ്യം കൊടുത്തവനാണ്, പലതരത്തിൽ അത്ഭുതം ചെയ്തവനാണ്, നിനക്കെന്താ സുഖല്ലേ, നമുക്ക് 3 പേർക്കും ഈ കുരിശും നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോകാം. പക്ഷേ മറ്റേ കള്ളൻ പറഞ്ഞു, നീ എന്താ പറയുന്നേ? നമ്മൾ ഈ കുരിശിൽ കിടക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ തെറ്റ് ചെയ്തതുകൊണ്ടാണ്. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. എന്നിട്ടും അവനെ ഇവർ ശിക്ഷാവിധി വിധിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവൻ കർത്താവിനോട് പറയാണ്, നീ എന്നെ സ്വർഗത്തിലെത്തുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണം. അപ്പോൾ കർത്താവ് ഉടനെ തന്നെ പറയുന്നത് എന്താ? നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും. കാരണം എന്താ? അവൻ അവൻ്റെ തെറ്റിനെ കുറിച്ച് മനസ്തപിച്ചു. ഞാൻ തെറ്റുകാരനാണ് ദൈവമേ എന്ന് അവൻ അംഗീകരിച്ചു. ആ അംഗീകരിച്ച ക്ഷണത്തിൽ തന്നെ അവന് അവൻ്റെ ഹൃദയത്തെ നവീകരിക്കാനായിട്ട് സാധിച്ചു. അവന് സ്വർഗ സൗഭാഗ്യം അനുഭവിക്കുവാനുള്ള യോഗ്യത അവന് ലഭിച്ചു. അതാണ്. അപ്പം ഹൃദയം കാണുന്നവനാണ് കർത്താവ്. ഹൃദയം കാണുന്ന കർത്താവാണ് നമുക്ക് പ്രതിഫലം നൽകുക. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടു, ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ് സ്നാപക യോഹന്നാൻ ഈശോയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു കുഞ്ഞാടിൻ്റെ ആ ചരിത്രം. ആ കുഞ്ഞാട് നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ചു. പെസഹ വ്യാഴാഴ്ചയെല്ലാം നമ്മൾ പ്രത്യേകമായി നമ്മൾ ഓർക്കാറുണ്ട്. അതായത് പെസഹ, പാസ് ഓവർ, കടന്നുപോകൽ. ആ കടന്നുപോകൽ യഹൂദരുടെ ഇസ്രായേൽക്കാരുടെ ആചാരമനുസരിച്ച് ഒരു ആടിനെ കൊല്ലും, അതിൻ്റെ മേൽ എല്ലാ പാപങ്ങളും ആരോപിക്കും, എന്നിട്ട് ആടിനെ കൊന്നു ഭക്ഷിക്കും. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും പാപങ്ങൾ മോചിക്കപ്പെട്ടു എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അപ്പോൾ ഇവർക്ക് വേണ്ടി ഒരു ആട് ബലിയർപ്പിക്കപ്പെട്ടു. ഇവിടെ നമുക്കാണ് കർത്താവിനെ മനസ്സിലാക്കാൻ, കർത്താവിനോടുകൂടെ വസിക്കാൻ, കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയത്തിലും കുടുംബത്തിലും ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണം. നമ്മുടെ കുടുംബമാണ് ഏറ്റവും പ്രധാനം. കുടുംബം നന്നായാൽ ഭർത്താവ്, ഭാര്യ, മാതാപിതാക്കന്മാർ, മക്കൾ, അവരുടെ സഹോദരങ്ങൾ സന്തോഷത്തിൽ, സമാധാനത്തിൽ, സ്നേഹത്തിൽ കഴിയുന്നു എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. ആരെന്ത് പറഞ്ഞാലും എൻ്റെ വീട് സാക്ഷ്യം നൽകുന്ന ഭവനമായിട്ട് തീരുമെന്ന് അഭിമാനത്തോടുകൂടെ കർത്താവിൻ്റെ മുമ്പിൽ പറയാൻ, കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് പറയാൻ എനിക്ക് സാധിക്കണം. അതാണ് സന്തോഷം. അത് വലിയൊരു സന്തോഷം തന്നെയാണ്. അവിടെ ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള സംരക്ഷണവും നമുക്കെല്ലാവർക്കും ഉണ്ടാകും. കർത്താവ് നമ്മളോട് പറയുന്നത് ആത്മാർത്ഥമായിട്ടും സ്നേഹത്തിൻ്റെ കൽപ്പന ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ്. രക്ഷകനായ മിശിഹ നമുക്ക് ഓരോരുത്തർക്കും ഒരു കൽപ്പനയാണ് നൽകിയത്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ
നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ വ്യക്തമായി കർത്താവ് നമ്മളോട് പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം. ഞാൻ നിങ്ങളെ എങ്ങനെയാ സ്നേഹിച്ചത്? ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു, എൻ്റെ ജീവൻ പോലും ബലിയായി അർപ്പിച്ചുകൊണ്ട് സ്നേഹിച്ചു. അതാണ് കർത്താവ് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മളോട് പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹം, ആ സ്നേഹം ഉൾക്കൊള്ളാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അപ്പോഴാണ് ഇന്നത്തെ സമൂഹത്തിൽ കർത്താവിന് സാക്ഷ്യം നൽകാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ സമൂഹത്തിൽ കർത്താവിൻ്റെ ശിഷ്യനാണ് ഞാൻ, ശിഷ്യയാണ് ഞാൻ എന്ന് അഭിമാനത്തോടുകൂടെ പറയാൻ സാധിക്കൂ. കർത്താവ് ഈ തലത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്. അവിടുത്തെ നല്ല ശിഷ്യരായിട്ട് തീരാൻ നമ്മളെ ക്ഷണിക്കുന്നു. ക്ഷണം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണോ? ക്ഷണം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ കടക്കണം, എൻ്റെ പോരായ്മകൾ കണ്ടെത്തണം, അത് അംഗീകരിക്കണം, അത് മാറ്റാൻ ഞാൻ തയ്യാറാകണം. മാറ്റാനുള്ള തീരുമാനം എടുത്ത നിമിഷത്തിൽ തന്നെ നമ്മളിൽ അത്ഭുതം സംഭവിക്കും. ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് തീർക്കുന്ന സമയത്ത് തന്നെ നമ്മളിൽ അത്ഭുതം സംഭവിക്കും. കാരണം എന്താണ്? പിന്നെ ദൈവമാണ് എന്നിൽ പ്രവർത്തിക്കുക, ദൈവമാണ് എന്നിലൂടെ പ്രവർത്തിക്കുക, ദൈവത്തെയാണ് എന്നിലൂടെ കാണാനായിട്ട് സാധിക്കുക. നിങ്ങളുടെ സൽപ്രവർത്തികളിലൂടെ മറ്റുള്ളവർ, നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് മറ്റുള്ളവർ ദൈവത്തെ സ്തുതിക്കാൻ ഇടവരും. നമ്മുടെ നല്ല പ്രവർത്തികൾ വഴി, നല്ല ജീവിതം വഴി മറ്റുള്ളവർ ദൈവത്തെ സ്തുതിക്കാനായിട്ട് ഇടവരും. അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം, അതാണ് യഥാർത്ഥ ശിഷ്യൻ്റെ മുഖം. ഈ ശിഷ്യത്വം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ പോരായ്മകൾ, കുറവുകൾ കർത്താവിൻ്റെ തൃക്കരങ്ങളിൽ സമർപ്പിക്കാം. പോരായ്മകൾ ഉള്ളവരാണ് നാം ഓരോരുത്തരും. അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരും അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരുടെ മധ്യേ വസിക്കുന്നവരുമാണ് നാം ഓരോരുത്തരും. നമ്മെ ശുദ്ധീകരിക്കാൻ, നമ്മെ ശക്തിപ്പെടുത്താൻ നമ്മുടെ കർത്താവിനെ സാധിക്കും. ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം തീർച്ചയായും നമ്മെ കൈപിടിച്ച് ഉയർത്തും, കൈപിടിച്ച് നടത്തും, വീടാതെ കാത്തു സൂക്ഷിക്കും. ആ നല്ല കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഈ വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ ശക്തിയും കൃപയും ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.